ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഗർഭോൽ ഞായർ, നോമ്പിന്റെ 8ാം ദിവസം. ഇന്ന് സഭയെ ചിന്തിക്കുന്ന ചിന്താവിഷയം കുഷ്ഠരോഗിയുടെ സൗഖ്യം, സ്പർശത്തിലൂടെയുള്ള സൗഖ്യം എന്നതാണ്. ഹീലിംഗ് ത്രൂ ടച്ച്. ഇതിനാധാരമായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് 1:40 മുതൽ 45 വരെ. യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന സന്ദർഭമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. യേശുവിന്റെ കാലഘട്ടത്തിൽ കുഷ്ഠരോഗികളോടുള്ള സമീപനം ഇന്നത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അനേകം മാനസിക പിരിമുറുക്കങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. അവരെ അശുദ്ധിയുള്ളവരായിട്ടാണ് കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ ശാരീരികമായ പ്രയാസങ്ങളെക്കാളേറെ അവർ നേരിട്ടിരുന്നത് മാനസിക പിരിമുറുക്കങ്ങളായിരുന്നു. ഈ കാലഘട്ടത്തിലുള്ള ഒരു കുഷ്ഠരോഗിയാണ് യേശുവിന്റെ അടുക്കൽ സൗഖ്യത്തിനായി വന്നെത്തുന്നത്. ഇതുമായി ചേർത്ത് കുറച്ച് ചിന്തകൾ നമുക്ക് ഒന്നിച്ച് പങ്കുവയ്ക്കാം. ഒന്നാമതായി, യേശു കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുന്ന വിധം. സ്പർശനത്തിലൂടെ അല്ലാതെയും സൗഖ്യം നൽകാമെന്നിരിക്കെയാണ് യേശു ആ കുഷ്ഠരോഗിയെ സ്പർശനത്തിലൂടെ സൗഖ്യപ്പെടുത്തുന്നത്. ഇവിടെ യേശു കാട്ടിത്തരുന്ന ഒരു വലിയ മാതൃകയാണ്. സ്പർശനത്തിലൂടെ ഒരുവന്റെ മനസ്സ് സൗഖ്യപ്പെടുത്തി അതിലൂടെ ശരീരത്തിന് സൗഖ്യം നൽകുന്ന ഒരു വിധമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമതായി, നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് മുന്നമേ അറിഞ്ഞ് ഉത്തരം നൽകുന്ന ഒരു യേശുവിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നാം പറയാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു യേശുവാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ കുഷ്ഠരോഗി ആവശ്യപ്പെട്ടത് ശാരീരിക സൗഖ്യം മാത്രമായിരുന്നു. എന്നാൽ അവൻ ആന്തരിക സൗഖ്യം കൂടിയാണ് യേശു ഇവിടെ നൽകുന്നത്. അത്തരമൊരു ഉത്തമ മാതൃകയാണ് യേശു നമുക്കിവിടെ കാട്ടിത്തന്നിരിക്കുന്നത്. മൂന്നാമതായി, യേശു കാട്ടുന്ന സാമൂഹിക ധീരത. ഈ സാമൂഹിക വിലക്കുകളൊക്കെ ഒരുപാട് നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഈ കുഷ്ഠരോഗിയെ സ്പർശനത്തിലൂടെ യേശു സൗഖ്യപ്പെടുത്തുന്നത്. അതിലൂടെ യേശു കാട്ടിത്തരുന്ന വലിയൊരു സാമൂഹിക ധീരത മാതൃകയാണ് ഇവിടെ കാണുന്നത്. ഏറെ സാമൂഹിക വിലക്കുകളുള്ള കാലത്ത്, അശുദ്ധനെ തൊടുന്നവൻ കൂടെ അശുദ്ധനാവുന്ന കാലത്താണ് യേശു ഈ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്നത്. ഇവിടെ യേശു കാട്ടിത്തരുന്ന മാതൃക എന്നും നാം മാതൃകയാക്കേണ്ട ഒന്ന് തന്നെയാണ്. മൂന്നാമതായി, കുഷ്ഠരോഗിയുടെ പ്രാർത്ഥന. ഇവിടെ കുഷ്ഠരോഗി പറയുന്നുണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ വേദഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അത്തരത്തിൽ ഒരു താഴ്മയുടെ, വിനയത്തിന്റെ ഒരു ഭാവമാണ് ഈ രോഗി നമുക്കിവിടെ കാട്ടിത്തരുന്നത്. യേശുവിന്റെ സന്നിധിയിൽ തന്നെ താൻ സമർപ്പിക്കാനും അപേക്ഷയോടെ വിനയത്തോടെ നിൽക്കുന്ന ഒരുവരെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കുന്നവരായി തീരുവാൻ, യേശുവിനെ ഉത്തമ സാക്ഷികളായി തീരുവാൻ, എല്ലാവരെയും ഒരുപോലെ കാണുന്ന വ്യക്തിത്വമായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതാണ് യേശു നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. സൗഖ്യമാക്കുന്നതിന് മുന്ന് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന യേശുവിന്റെ മാതൃക പിന്തുടർന്ന് നല്ല സാക്ഷികളായി വളരുവാൻ ഈ നോമ്പുകാലം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.